ഇന്നലെ നമ്മളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേലും ഇറാനും തമ്മിലുണ്ടായത്. അക്ഷരാർത്ഥത്തിൽ ഇസ്രായേൽ വിറങ്ങലിച്ചു പോകുന്ന ഒരു കാഴ്ച ഇന്നലെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ഇറാന്റെ മിസൈലുകൾ തുടർച്ചയായി നഗരങ്ങളിലേക്ക് എത്തുകയായിരുന്നു. എന്താണ് സംഭവിച്ചത്? അതെ മനു, കാരണം ഇന്നലെ രാവിലെ, അതായത് ഇന്ന് രാവിലെ 2:30 കൂടിയാണ് ഇറാന്റെ എണ്ണശേഖരമായിട്ടുള്ള, അതായത് ഇറാന്റെ തലസ്ഥാനത്തിലെ എണ്ണശേഖരമായിട്ടുള്ള ബുഷൈർ എന്ന് പറയുന്ന എണ്ണ സംഭരണ കേന്ദ്രത്തിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. അപ്പോൾ ഇസ്രയേൽ ആക്രമണം നടത്തിയപ്പോൾ തന്നെ നിരവധി കേടുപാടുകൾ ഇറാനിൽ സംഭവിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇസ്രയേലിന് ശക്തമായ ഒരു താക്കീത് അല്ലെങ്കിൽ ശക്തമായ ഒരു തിരിച്ചടി തന്നെയാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. കാരണം ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റ് നിർമ്മാണ കേന്ദ്രങ്ങളിലേക്കും ഊർജ്ജ കേന്ദ്രങ്ങളിലേക്കുമായിരുന്നു ഇറാന്റെ പ്രധാനമായിട്ടുള്ള വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം, അതായത് ഒരു രാജ്യത്തിനെ എങ്ങനെയൊക്കെ നശിപ്പിക്കാമോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അതിൻ്റെ സ്ഥിരത എങ്ങനെയൊക്കെ വേർപ്പെടുത്താമോ എന്നെല്ലാം ഇസ്രായേൽ ചിന്തിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോഴും പലസ്തീനിൽ ഒരു കൂട്ടം മനുഷ്യക്കുരുതി ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗാസ മുനമ്പിൽ. അതെല്ലാം ഇസ്രായേലിൻ്റെ ഒരു പിടിവാശി കൊണ്ട് തന്നെയാണ് ഒരു രാജ്യത്തിനെ എങ്ങനെയൊക്കെ നശിപ്പിക്കുന്നു എന്നുള്ളൊരു ഇസ്രയേലിൻ്റെ പിടിവാശി തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇറാനെ എങ്ങനെ നശിപ്പിക്കാം, അതാണ് ഇസ്രയേൽ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. പിന്നീട് ഇറാൻ്റെ പല പ്രദേശങ്ങളിലേക്കും ഇസ്രയേൽ ആക്രമണം നടത്തിയത്. പക്ഷേ എന്നാൽ ഇസ്രയേൽ എന്ന് പറയുന്നത് ഏറ്റവും വലിയ രാജ്യമാണ്, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്കൊരു ഭീഷണിയാണ് എന്ന് ഇസ്രയേൽ തന്നെ പറഞ്ഞ് പരത്തവയാണ് ഇറാൻ ശക്തമായ ഒരു തിരിച്ചടി ഇസ്രയേൽ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രയേലിൻ്റെ ടെൽ അവീവിലും ലെബനനിലും ശക്തമായ തിരിച്ചടിയാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. ഇതിൽ 60ഓളം പേർക്ക് പരിക്കേറ്റതായും ഒരുപാട് പേർ മരിച്ചതായും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെയാണ് ഇന്ന് രാവിലെ 2:30 കൂടി ഇറാന്റെ എണ്ണ സംഭരണ കേന്ദ്രമായിട്ടുള്ള ബുഷൈറിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതിനെ തിരിച്ചടിച്ചുകൊണ്ട് ഇപ്പോൾ ഇസ്രയേലിലേക്ക് തുടർച്ചയായിട്ടുള്ള ആക്രമണം ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഫൈറ്റർ ജെറ്റ് നിർമ്മാണ കേന്ദ്രം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഒരു ഇമ്പോർട്ടൻ്റ്, എത്രത്തോളം അത്യാവശ്യമായിട്ടുള്ളതും അല്ലെങ്കിൽ എത്രത്തോളം ഒരു പ്രധാന കേന്ദ്രമാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത്തരത്തിൽ ആ ഒരു ഫൈറ്റർ ജെറ്റിനെ കേന്ദ്രീകരിച്ച് ഇറാൻ ആക്രമണം നടത്തുന്നുണ്ടെങ്കിൽ ഇസ്രയേലിന് കടുത്ത മുന്നറിയിപ്പുമായിട്ട് തന്നെയാണ് ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം തങ്ങളെ വെറുതെ തൊട്ട് കളിക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാട്സ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാരണം ഇറാന്റെ ഒരു പൊടി പോലും ശേഷിപ്പിക്കില്ല ഇസ്രയേൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പിനെ എല്ലാം മറികടന്നുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇപ്പോൾ ശക്തമായ ഒരു താക്കീത് ഇസ്രയേലിന് നൽകിയിരിക്കുന്നത്. ഇസ്രയേലിലെ ലെബനനിലും ടെലവീവിലും ഇപ്പോഴും ശക്തമായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതായിരുന്നു, അത് ഇന്ത്യയിലെ ഒരു പ്ലെയിൻ ക്രാഷ് സംഭവിച്ചതും 242 പേർ കൊല്ലപ്പെട്ടതും. ആ ഒരു സങ്കടത്തിലൂടെ രാജ്യം മാത്രമല്ല ലോകം മുഴുവൻ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പശ്ചിമേഷ്യ വീണ്ടും കത്തിക്കുന്ന തരത്തിൽ ഇറാൻ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇതും തിരികൊളുത്തിയത് ഇസ്രയേൽ തന്നെയാണ്. കാരണം ഒരു ആക്രമണം എപ്പോഴും തിരികൊളുത്തുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അധികാരത്തിലുള്ള ഇസ്രയേൽ തന്നെയാണ്. ഇറാനെ എങ്ങനെയൊക്കെ നശിപ്പിക്കാം, അല്ലെങ്കിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ എങ്ങനെയൊക്കെ നശിപ്പിക്കാം, ഒരു രാജ്യത്തിനെ എങ്ങനെയെല്ലാം നശിപ്പിക്കാം എന്ന് ഇസ്രയേൽ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്.